നേരം വൈകിയാലും നിനക്ക് കുഴപ്പമാവോ? കുഴപ്പമില്ല. അതെയോ? എന്തിനാ നീ ഇതൊക്കെ ഓർഡർ ചെയ്തേ? എനിക്കിപ്പോൾ ക്ലാസ് തുടങ്ങും. പിന്നെ ഒരു ദിവസമല്ലേ, നീ കഴിക്കും. ഈ ടേസ്റ്റ് നിനക്ക് എവിടെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വല്യമ്മിച്ച് ഉണ്ടാക്കുന്നുണ്ട് അതേ ടേസ്റ്റ്. അതെ അല്ലേ? മാഡം ഇനി എന്തെങ്കിലും? ഇല്ല, പറയാം. പിന്നെ ഇതുണ്ടാക്കിയ ഷെഫിനെ ഒന്ന് വിളിക്കൂ. ഓ ഷോ. ആ, എന്നാത്തിനാ? നമുക്കിപ്പോൾ തന്നൊരു മെമ്മറി ഇല്ലേ, അതിനൊരു കോംപ്ലിമെൻ്റ് അയാൾക്ക് കൊടുക്കണ്ടേ? മോശമല്ലേ? നീനൊക്കെ ഒരു മാറ്റവും ഇല്ല. നിന്നെ മടത്തി ചേർത്തന്നെ ഞാനെന്തിനാ മാറുന്നത്? എക്സ്ക്യൂസ് മീ. ആ ആ നിങ്ങളാണോ ബിരിയാണി ഉണ്ടാക്കിയത്? അതെ. ഷെഫേ, ഒന്നും പറയാനില്ല, സൂപ്പർ ബിരിയാണി. താങ്ക് യു മാഡം. അയ്യോ, മേഡമൊന്നും വിളിക്കണ്ട. ഞാൻ സൂസൻ, ഇത് സിസ്റ്റർ ഫെദർ, എൻ്റെ കസിൻ സിസ്റ്ററാണ്. ആ. നിങ്ങളിതിനു മുമ്പ് മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഹേ ഇല്ലല്ല. ഇയാൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? സെക്കൻഡ് ഫ്ലോറിലൊരു മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലേ, ആണോ? അവിടെ വയലിൻ ടീച്ചറാണ്. ഫെദർ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. എന്നാൽ പിന്നെ നിങ്ങൾ കഴിക്കേ. ഓക്കെ. ആ ശരി. ശരി. എടുത്തോ. भाई अच्छा से सॉर्ट करो. एक कवर करके अंदर रखो. അതെ, ഒന്ന് ചിരിച്ചു എന്ന് എഴുതിയ ഒരു കുഴപ്പമില്ല സിസ്റ്ററെ. എനിക്ക് മകളിലേക്ക് പോകണം. സംഭവം ചീപ്പാണെന്നും പഴയ പരിപാടിയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല അഞ്ഞിട്ടാ. എനിക്ക് പറയാനുള്ള ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. വായിക്കണം, വായിക്കാതിരിക്കരുത്. ആ ഞാൻ സെബാസ്റ്റ്യൻ, ഒരു ഓർഫനാണ്. ഇയാളെപ്പോലുള്ള ഒരുപാട് മാലകമാരാണ് എന്നെ നോക്കി വളർത്തിയത്. നിങ്ങളുടെ പേര് പോലെ തന്നെ നിങ്ങളൊരു തൂവലാണ്. മനസ്സിൻ്റെ വേദനകൾ ഇല്ലാതാക്കാൻ പറ്റുന്നൊരു തൂവൽ സ്പർശം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് എനിക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ അധികം വലിച്ചു നിൽക്കുന്നില്ല. കർത്താവിന് ഒരുപാട് മണവാട്ടിമാരുണ്ട്, എനിക്കല്ല ആരും ഇല്ലാത്തത്. ഈ ജന്മം എനിക്ക് തന്നൂടെ ഇയാളെ. സ്വന്തം സെബാൻ.
ഈ തിരുവസ്ത്രത്തിൻ്റെ മാത്രം അറിയാഞ്ഞിട്ടല്ല. എന്താണെന്നറിയില്ലടോ. എന്തിനാ എൻ്റെ കൺമുമ്പിൽ നിങ്ങളുടെയൊക്കെ കണ്ണിൽ പെടാതെ ജീവിക്കാനുള്ള അവകാശം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങൾക്കൊക്കെ എന്താ വിചാരം? നിങ്ങൾക്കിങ്ങനെ ഓരോന്ന് തോന്നുന്നതിന് മറ്റുള്ളവരുടെ സമാധാനം എന്തിനു തകർക്കണം? അങ്ങനെ എന്തോ തോന്നിയതിൻ്റെ പുറത്ത് പറഞ്ഞതല്ലടോ. അങ്ങനെ എല്ലാവരോടും തോന്നുന്ന ഒന്നല്ലല്ലോ ഈ ഇഷ്ടം. ഭ്രാന്ത് പിടിക്കുന്ന പോലെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാ. ഈ ഒരു ജന്മം ഒരു കർത്താവിന് ഞാൻ വിട്ടുകൊടുക്കില്ല. പേടിക്കണ്ട, വേറൊന്നിനും വന്നതല്ല. ഇന്നിവിടെ എൻ്റെ അവസാനത്തെ ദിവസമാണ്. ഒന്ന് യാത്ര പറയണമെന്ന് തോന്നി. ഇവിടെ തുടരാൻ വയ്യണം. എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല. എവിടുന്ന് വന്നു എന്നറിയാത്തവന് അങ്ങനെ പോകാനങ്ങനെ പ്രത്യേകിച്ച് ഇടമൊന്നുമില്ലല്ലോ. ഒന്നും ആഗ്രഹിച്ച് കിട്ടിയതല്ല ഈ ജീവിതം, ഈ ജോലി, ഒന്നും. ഈ ഭൂമിയിൽ ആഗ്രഹിച്ചു പോയത് ഒന്നു മാത്രമേ ഉള്ളൂ. അതിനാണെങ്കിൽ ദൈവങ്ങൾ പോലും വിലക്കാണ്. നമ്മുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും നടന്നില്ലെങ്കിൽ പിന്നെ എന്തിനോടോ ഈ ദൈവങ്ങളൊക്കെ? അതെന്തേലും ആട്ടെ, ഒരു ഷേക്കൻ്റെ വന്നൂടെ? താങ്ക്സ്. ഒരു ചെറിയ ആഗ്രഹമുണ്ട്, പറഞ്ഞോട്ടെ? 7 മണിക്കാണ് ട്രെയിൻ. ആ പാടത്തിനടുത്താണ് ഞങ്ങളുടെ അക്കോമഡേഷൻ. ഒരു 5 മണിയാകുമ്പോൾ ആ റൂമിനടുത്തേക്കൊന്ന് വരുമോ? നിർബന്ധിക്കുന്നില്ല, ഒരാഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. യാത്ര പറയാൻ ഒരാളുണ്ടാകുമ്പോൾ അതൊരു സന്തോഷമല്ലേ? ഞാൻ കാത്തിരിക്കും. കാണാം. ഓക്കെ. എൻ്റെ ലൈഫിൽ ഇതുവരെ ഒന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. സ്നേഹിക്കപ്പെടുന്നെന്ന് തോന്നിയപ്പോൾ തട്ടിക്കളയാനുള്ള മനസ്സും വന്നില്ല. എന്താ ഒന്നും പറയാത്തേ? ഇതെന്താ ഇങ്ങനെ? താനെന്താ ഇങ്ങനെ വന്നേ? എങ്ങനെ? താനെന്താ ഈ രൂപത്തിൽ, തിരുവസ്ത്രമൊന്നും ഇല്ലാതെ? ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ. കൊച്ചുനാളും തൊട്ടേ ഒരു ദൈവികമായ പരിഗണനയോടെ എല്ലാവരും എന്നെ നോക്കി കണ്ടിട്ടുള്ളൂ. അതിൽ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. സെബാൻ, സി, ഞാനിതല്ല ആഗ്രഹിച്ചത്. ഇങ്ങനൊരു സാധാരണ പെൺകുട്ടി ആയിട്ടല്ല ഇയാൾ എൻ്റെ കൂടെ വേണ്ടത്. എടോ, ഞാൻ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതൊക്കെ ആ തിരുവസ്ത്രത്തിനുള്ളിലുള്ള നിങ്ങളെയാണ്, അല്ലാതെ ഇതുപോലത്തെ ഒരു സാധാരണ പെൺകുട്ടിയല്ല.
ആ വസ്ത്രത്തിൽ പൊതിഞ്ഞ് നിൽക്കുമ്പോഴുള്ള ഒരു ദിവ്യതയില്ലേ, ആ ഒരു ചൈതന്യമില്ലേ, അതാണ് എനിക്ക് വേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ ഇയാൾക്ക്? ഒരു കാര്യം ചെയ്യാം, സിസ്റ്റർ പോയി ആ തിരുവസ്ത്രം ധരിച്ചോണ്ട് വാ. നിർത്ത്. നിന്റെയൊക്കെ ഫാന്റസി തീർക്കാനുള്ളതല്ല ആ തിരുവസ്ത്രം. സിസ്റ്റർ, ഞാൻ വിളിച്ചു പോകരുത് എന്നെ അങ്ങനെ. കർത്താവ് എന്നെ ഒന്ന് പരീക്ഷിച്ചു, ഞാനതേ തോറ്റുപോയി. സ്നേഹത്തിന്റെ പേരിലാണെങ്കിലും അതിന് മാപ്പില്ലെന്ന് എനിക്കറിയാം. ഈ തിരുവസ്ത്രം എന്റെ വീട്ടുകാരുടെ നേർച്ചയായിരുന്നു. എന്നാലും അതെനിക്കൊരു ബാധ്യത ആയിരുന്നില്ല. എന്നിട്ടും എന്റെ മനസ്സൊന്ന് പതറിപ്പോയി. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. അതിനുള്ള ശിക്ഷ ഞാൻ എൻ്റെ കർത്താവിൽ നിന്നും മേടിച്ചോളാം. തിരിച്ച് സ്നേഹിക്കാൻ ആ ഒടേ തമ്പുരാന് മുകളിൽ വേറെ ആരും ഇല്ലല്ലോ. ഇനി ഒരിക്കലും നിന്റെ കൺമുന്നിൽ പെടാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവ് നിന്നെ രക്ഷിക്കട്ടെ.